അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് വലിയ് എന്നത്. വലിയ് എന്നതിന് രക്ഷാധികാരി എന്ന് നമുക്ക് അർത്ഥം പറയാം. പരിശുദ്ധ ഖുർആനിൽ 14 തവണയാണ് ഈ ഇസ്മ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 46 ആണ്. മുവാലാത്ത്, സഹായം ചെയ്യുക എന്ന അർത്ഥമുള്ള മുവാലാത്ത് എന്ന പദത്തിൽ നിന്നാണ് വലിയ് എന്നത് ഉണ്ടായത്. അല്ലാഹു തആല സർവസൃഷ്ടികൾക്കും സഹായിയാണ്. അവരുടെ സഹായത്തെ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. സൃഷ്ടികളെ വിചാരണയുടെ ദിവസത്തിൽ പ്രതിഫലം നൽകിയും ശിക്ഷിക്കപ്പെടേണ്ടവർക്ക് ശിക്ഷ നൽകിയും അവരുടെ കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുത്തു. അതുകൊണ്ടാണ് അല്ലാഹു വലിയായത്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ പ്രത്യേകക്കാരായ മുത്തഖീങ്ങളായ അടിമകളുടെ കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുത്തു. അവർക്ക് അല്ലാഹു തആല വലിയതായിരിക്കുന്ന നന്മകൾ നൽകുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇൽമിൻ്റെയും അമലിൻ്റെയും താൽപ്പര്യപ്രകാരം നിലനിൽക്കുക എന്ന അർത്ഥത്തിലുള്ള വിലായത്ത് എന്നതിൽ നിന്നാണ് വലിയ് എന്നത് ഉണ്ടായത്. ഒരു ആലിം, അറിവുള്ളവൻ, അവൻ അറിയുന്ന കാര്യങ്ങളെക്കൊണ്ടുള്ള വലിയ എന്ന് പറഞ്ഞാൽ അവൻ്റെ അറിവിൻ്റെ തേട്ടപ്രകാരം പ്രവർത്തിക്കുന്നവനാണ്, നിലകൊള്ളുന്നവനാണ്. ഒരു ചെറിയ കുട്ടിയുടെ വലിയ് ആ കുട്ടിക്ക് നല്ലതായ പ്രവർത്തനങ്ങൾ ചെയ്യൽ കൊണ്ട് വലിയാണ്. ആ കുട്ടിക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഈ അർത്ഥത്തിൽ ഉള്ള വിലായത്ത് എന്നതിൽ നിന്നാണ് വലിയ് ഉണ്ടായത്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവരോട് അങ്ങേയറ്റം അടുപ്പമുള്ളവനാവുക എന്ന രൂപത്തിൽ തന്നെ ഏറ്റെടുക്കുന്നവൻ. അപ്പോൾ അല്ലാഹു തആല സത്യവിശ്വാസികളായ ആളുകളെ അങ്ങേയറ്റം സഹായിക്കുന്നു, അവരുടെ കാര്യങ്ങൾ നല്ല രൂപത്തിലാക്കുന്നു, സത്യവിശ്വാസികളെ പുകഴ്ത്തുന്നു, അവരിലുണ്ടാകുന്ന വീഴ്ചകൾ പരിഹരിക്കുന്നു, അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നു, അവരിലുള്ള ഫസാദുകളെ, നെഗറ്റീവുകളെ അല്ലാഹു മാറ്റി പോസിറ്റീവുകളാക്കുന്നു. എല്ലാ വേദനകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്നു. അവർക്ക് വാഗ്ദത്തം ചെയ്ത കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി വീട്ടുന്നു. ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിൻ്റെ ലോകത്തേക്ക് വിശ്വാസികളെ അല്ലാഹു തആല പുറപ്പെടുവിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു ചെയ്യുന്നു. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള വിലായത്ത് എന്നതിൽ നിന്നാണ് വലിയ് എന്ന പദം ഉണ്ടായത്. ഈ നിലക്ക് ഈ പദത്തെ വിശദീകരിച്ചവരും ഉണ്ട്. അടിമകളുടെ കൂട്ടത്തിലെ വലിയ് അത് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന,
അള്ളാഹുവിൻ്റെ ഔലിയായിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ഔലിയായിനെയും സഹായിക്കുന്ന, അള്ളാഹുവിൻ്റെ അഅദാകളോട് ശത്രുത വെക്കുന്ന ആളാണ്. അടിമകളുടെ കൂട്ടത്തിലെ ഒരു വലിയാകുമ്പോൾ തീർച്ചയായും അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും, അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടും, അള്ളാഹുവിനെ സഹായിക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ, വിരോധനകളെയൊക്കെ മറ്റുള്ള അടിമകളിലേക്ക് എത്തിച്ചു കൊടുക്കും. അതാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. അതുപോലെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ആളുകളെ സഹായിക്കും. റബ്ബിൻ്റെ അഅദാകളോട് ശത്രുത വെക്കുകയും ചെയ്യും. റബ്ബിൻ്റെ അഅദാ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരം, അത് ശത്രുവാണ്. അതുപോലെ തന്നെ പിശാച് ശത്രുവാണ്. അതിനോടൊക്കെ ശത്രുത വെച്ച് എതിര് ചെയ്ത് ജീവിക്കുന്നവനാണ് സൃഷ്ടികളിലെ വലിയ. അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും വലിയ രക്ഷാധികാരി എന്ന് ഒരു മനുഷ്യൻ തിരിച്ചറിവ് ലഭിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളിലേക്ക് അവൻ അവൻ്റെ കാര്യം ഏൽപ്പിക്കുകയില്ല എന്നാണ്. ഇനി ഈ ഇസ്മുമായിട്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് തഅല്ലുഖ് ആകേണ്ടത്? നിന്റെ എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവിലേക്ക് നീ മടക്കുക. അല്ലാത്ത മറ്റൊരു ശക്തിയിലേക്ക് അഭയം തേടിപ്പോകുന്ന രൂപത്തിൽ നീ ആകാതിരിക്കുക. മറ്റുള്ളതിനെയൊക്കെ ഒഴിവാക്കി എല്ലാ നിലക്കുള്ള ഉറപ്പോടുകൂടെയും തൻ്റെ റബ്ബ് തൻ്റെ രക്ഷാധികാരിയാണ്, തൻ്റെ ആവശ്യങ്ങളൊക്കെ അറിയുന്നവനാണ്, തനിക്ക് വേണ്ടതെല്ലാം തരുന്നവനാണ് എന്ന ആ ഒരു ബോധം ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുന്ന വ്യക്തിയിൽ ഉണ്ടാകും എന്നാണ്. വലിയ എന്ന ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? മഹത്തുക്കൾ പറഞ്ഞു, വിലായത്ത് കൊണ്ട് നീ നിലനിൽക്കലാണ്. അഥവാ അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിൻ്റെ ഔലിയായിനെ സ്നേഹിക്കുക, അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ ഔലിയായിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാകുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്ന ആ ഒരു സ്വഭാവം നിന്നിൽ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ നിൻ്റെ എല്ലാ അവസ്ഥകളിലും നീ അള്ളാഹുവിനെ നിൻ്റെ വലിയായി, നിൻ്റെ രക്ഷാധികാരിയായി കാണുമ്പോൾ തീർച്ചയായും നിൻ്റെ എല്ലാ അവസ്ഥകളിലും അല്ലാഹു തആല നിന്നെ ഏറ്റെടുക്കുകയും നിനക്ക് ഹൈറായത് നിനക്ക് അല്ലാഹു നൽകുകയും ചെയ്യും. നീ ഉദ്ദേശിക്കുന്ന സർവകാര്യങ്ങളും അല്ലാഹു തആല നിനക്ക് നൽകുന്ന ആ ഒരു അവസ്ഥ തീർച്ചയായും ഉണ്ടാകും. ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുന്ന ആളുകളിൽ കാണപ്പെടുന്ന അതിൻ്റെ ഗുണങ്ങൾ അള്ളാഹുവിനോട് വലിയ മഹബത്ത് ഉണ്ടാകുമെന്നാണ്. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത, എന്നെ എല്ലാ നിലക്കും സഹായിക്കുന്ന എൻ്റെ രക്ഷാധികാരിയായ അള്ളാഹുവിനെ തീർച്ചയായും ഞാൻ സ്നേഹിക്കേണ്ടതാണല്ലോ, അങ്ങേയറ്റം മഹബത്ത് വെക്കേണ്ടതാണല്ലോ എന്ന ബോധത്തോടെ റബ്ബിനോടുള്ള സ്നേഹം അവനിൽ വർദ്ധിക്കും. റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആ ഒരു സ്വഭാവം അവനിലുണ്ടാകും. അള്ളാഹുവിൻ്റെ സഹായം തീർച്ചയായും എനിക്ക് ലഭിക്കും എന്ന ഉറച്ച വിശ്വാസവും അള്ളാഹുവിൻ്റെ മേലിൽ സത്യസന്ധമായ നിലക്കുള്ള തവക്കുലും ആ മനുഷ്യനിൽ ഉണ്ടാകും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിലായത്ത്,
അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകൾക്ക് കൊടുക്കുന്ന വിലായത്തെന്ന പദവി, ആ പദവിയിലേക്ക് എത്താനുള്ള പരിശ്രമങ്ങൾ തീർച്ചയായും അവനിലുണ്ടാകും. ഔലിയാക്കന്മാരുടെ, വിലായത്തിൻ്റെ അഹ്ലുകാരുടെ സിഫത്തുകളെ കൊണ്ട് സിഫത്ത് സിദ്ധിക്കാൻ അവൻ പരിശ്രമിക്കും. ഔലിയാക്കളുടെ ഏറ്റവും മഹത്തരമായൊരു സിഫത്താണെന്ത്? താൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന ബോധം. ആ ഒരു ബോധത്തിൽ ജീവിക്കുക, അള്ളാഹുവിനങ്ങേയറ്റം തഖ്വ ചെയ്യുക, സ്വാലിഹായ പ്രവർത്തനങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. ഇതൊക്കെ ഔലിയാഇൻ്റെ ഗുണങ്ങളാണ്. ആ ഗുണങ്ങളൊക്കെ തന്നിൽ ഉണ്ടാകാനുള്ള പരിശ്രമങ്ങൾ കൂടി തീർച്ചയായും ആ മനുഷ്യനിൽ ഉണ്ടാകുമെന്നാണ്. വലിയ സ്വഫിയ്, മഹത്തുക്കളായ ആളുകൾക്ക് ഈ രണ്ട് വിശേഷണങ്ങളും പറയാറുണ്ട്. വലിയാകുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് മുഴുവനും അവന് ഉണ്ടാവുക എന്നാണ്. സ്വഫിയ് എന്ന് പറഞ്ഞാൽ എന്ത് നടന്നാലും അവൻ്റെ ഹൃദയത്തിൽ ആ നടന്ന കാര്യത്തെ തൃപ്തിപ്പെടുന്ന ആ ഒരവസ്ഥ ഉണ്ടാവുക. എല്ലാം റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ്. എന്തു നടന്നാലും അതൊക്കെ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നടക്കുന്നതാണ്, അത് ഞാൻ തൃപ്തിപ്പെടൽ നിർബന്ധമാണ് എന്ന നിലക്ക് ജീവിക്കുന്ന ഒരു വ്യക്തി, അതാണ് സ്വഫിയ് എന്ന് പറഞ്ഞാൽ. ഈ ഇസ്മുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധം പുലർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന നേട്ടങ്ങൾ മഹത്തുക്കൾ പറഞ്ഞു. വിലായത്ത് സ്ഥിരപ്പെടുക, അതേപോലെ തന്നെ അല്ലാഹു തആല ഈ ഇസ്മിനെ ധാരാളമായി ചൊല്ലുന്നവരെ നേരിയ ഒരു വിചാരണ മാത്രമേ ചെയ്യൂ എന്നാണ്. അതുപോലെ അവൻ്റെ ഓരോ കാര്യങ്ങളും അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ അവന് നിറവേറ്റപ്പെടും. അവൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ഏറ്റെടുക്കും എന്നൊക്കെ ഈ ഇസ്മുകൾ അതിൻ്റെ അബ്ജദീയത്ത് പ്രകാരമോ അതിലധികമോ ചൊല്ലുന്ന ആളുകൾക്കുള്ള ഗുണങ്ങളായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. അൽ ഹളറത്തുൽ അലിയ്യയുടെ മലക്കുകളുടെ ദിക്റുകളിൽപ്പെട്ടതാണ് വലിയ എന്ന ദിക്ർ എന്നാണ്. മലായിക്കത്തുൽ ഹളറത്തുൽ അലിയ്യ അത് പ്രത്യേകക്കാരായ മലക്കുകളാണ്. അവരുടെ ദിക്റാണ് വലിയ എന്നത്. വലിയ എന്നത് അള്ളാഹുവിൻ്റെ ഫിഅലിയായ സിഫത്താണ്. അള്ളാഹു അല്ലാത്തവരെ ഏറ്റെടുക്കുക എന്ന ആ ഒരർത്ഥത്തിൽ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തി അതിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ.